ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ തന്നെ പറഞ്ഞിട്ട് കുറേ തിരക്കായിപ്പോയി. അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ഒരു ഡെയിലി വ്ലോഗോ കാര്യമോ ഫുള്ളായിട്ട് ഒരു ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ളത്. ഷുട്ടുവിന് ചെറിയ കോൾഡും കാര്യമൊക്കെ ആയതുകൊണ്ട് എണീച്ചു. ഇനിയിപ്പം ഞാൻ ചായ പിടിക്കാൻ പോവാം. ഷുട്ടുവിന് കൊടുത്തില്ല. എന്നിട്ട് എനിക്ക് ചെറിയ പണിയുണ്ട്. എനിക്ക് കൊറിയറും കാര്യങ്ങളും അയക്കാൻ വേണ്ടി ചക്കരക്കല്ലെല്ലാം പോകണം. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പുട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. മീൻ കറി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പഴവും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. ഷുട്ടൂന് കോൾഡായതുകൊണ്ട് തന്നെ അവളെ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് കൊടുത്ത് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുവിധം എങ്ങനെയൊക്കെയോ ഷുട്ടൂന് കുറച്ച് കുറുക്കൊക്കെ കൊടുത്തു. കോൾഡ് പിടിച്ചുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കുന്നേ ഇല്ല. ഭയങ്കര മടിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു യുദ്ധം പിടിച്ച് അത് കുറച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ. എനിക്ക് ചക്കരക്കല്ല് പോകേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾ കാണാണ്ട് വേണം പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒന്ന് പെട്ടെന്ന് റെഡി ആവട്ടെ. അപ്പോഴേക്കും എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്യട്ടെ. ചാർജില്ല ഫോണിൽ. അപ്പം എന്തായാലും ഞാൻ റെഡി ആയിട്ട് പോകുമ്പോൾ കാണാം. ഓക്കെ. ഇന്ന് നമുക്ക് ബീൻസ് ഉപ്പേരി ആയിരുന്നു ചോറിന് ഉണ്ടാക്കുന്നത്. അപ്പം അമ്മ അടുക്കളയിൽ പണിപ്പുരയിലാണ്. ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് റെഡിയായി ഒന്ന് വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ കൊറിയറും സാധനങ്ങളും പരിപാടിയൊക്കെ എടുത്തു. ഞാൻ ഇന്നലെ വരുമ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് അത് തന്നെ ഇട്ടിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ അപ്പുക്കുട്ടൻ വന്നു. നമ്മൾ രണ്ടാളും കൂടിയാണ് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് സ്റ്റുഡിയോയിലും മാടയിലെല്ലാം പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അവനെ ഇങ്ങോട്ട് പൊക്കിയിട്ടുണ്ട്. ചക്കരക്കല്ല DTDCയിൽ അയക്കുന്നത് ഞാൻ ഇപ്പം കറൻ്റ്ലി ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യൻ പോസ്റ്റിൽ നമുക്ക് കുറച്ചും കൂടെ ഡെലിവറി ചാർജ് കുറവാണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ അതും കൂടെ ഒന്ന് അന്വേഷിച്ച് അയക്കണം. അപ്പോൾ ഇതാ ഞാൻ പഠിച്ചതോ അല്ലെങ്കിൽ ഞാൻ ചെയ്തതോ ആയിട്ടുള്ള ജോലിയായിട്ട് ഒരു ബന്ധമില്ലാത്ത പരിപാടിയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഓരോ കൊറിയർ അയക്കുമ്പോഴും എനിക്കുള്ള സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ എത്രയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ ആൾക്കാർക്ക് മാത്രമേ അറിയുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, പെട്ടെന്ന് ഞാൻ ഇത് തുടങ്ങും എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുവരെ എനിക്ക് കിട്ടിയ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഇതാ ഓർഡറൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി. എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് സെറ്റാക്കി. ഇത് പഴയ ഒരു സ്റ്റുഡിയോ ആണ്, പണ്ടേ ഇല്ല. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ നമുക്ക് കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്ത് സെറ്റാക്കി. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇതാണ് നമ്മുടെ ചക്കരക്കൽ അഞ്ചരക്കണ്ടി റോഡിൽ ടൗൺ. അപ്പുക്കുട്ടൻ വന്നിട്ടുണ്ട്. അവനെ ഗ്ലാമറില്ല എടുക്കല്ലേ എന്ന് പറയുമായിരുന്നു അവൻ. അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഒരാൾ എന്നെ കാണാണ്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. ഞാൻ വരുമ്പോൾ തന്നെ കുട്ടിയുടെ മുന്നിലാണ് തൊട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നെ കൂട്ടാണ്ട് പോയെന്ന് പറഞ്ഞ് കുറച്ച് അലമ്പായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് പിന്നെ ചോറൊക്കെ കൊടുത്ത് ആളിനെ പിടിച്ച് കിടത്തി ഉറക്കി. എന്നാൽ മാത്രമേ എൻ്റെ എന്തെങ്കിലും ഇനിയുള്ള പരിപാടി നടക്കുകയുള്ളൂ. അമ്മ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ട്. എനിക്ക് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പെട്ടെന്ന് പോയിട്ട് എന്തായാലും ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഞാനും അമ്മയും കൂടെ നേരെ ഫുഡ് കഴിക്കാനിരുന്നു. സാധാരണ ഞാൻ അങ്ങനെ അച്ചാറൊന്നും കൂട്ടാറില്ല. പക്ഷേ ഇന്നെന്തോ അച്ചാർ കഴിക്കാനൊരു പൂതി തോന്നി. അങ്ങനെ അച്ചാറൊക്കെ എടുത്ത് ഞാൻ നല്ലോണം ഫുഡൊക്കെ കഴിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് പ്രോഡക്റ്റ് ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഷുട്ടു ഉറങ്ങി. ഞാൻ ഫുഡ് കഴിച്ച് ഞാൻ മേലെ വന്നു. എനിക്കിനി കുറച്ച് പ്രോഡക്റ്റ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഹാരം ടൈപ്സ് ഒന്നും ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. കണ്ടില്ലേ, അത് അടിപൊളി പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള കുറേ ഹാരംസ് ഉണ്ട് നമുക്ക്. അപ്പം അമ്മമാർക്കും നിങ്ങൾക്കും എങ്ങനെ വേണമെങ്കിലും സാരീൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി വെക്കട്ടെ. അപ്പം നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ ഇവിടെ താഴെ മെൻഷൻ ചെയ്യാം. അതിനകത്തുള്ളത് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നമ്മുടെ നമ്പർ, വാട്സപ്പ് നമ്പറും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കട്ടെ. ഫോട്ടോസ് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞാനും കുറച്ച് സമയം വന്ന് കിടന്നുറങ്ങി. എണീച്ചപ്പോൾ ഇതാ നമുക്ക് നല്ല പാഷൻ ഫ്രൂട്ട് ഇപ്പോൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. വീട്ടിലിങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ അമ്മ നല്ല കൽത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായക്ക്. അപ്പോൾ അതും കൂട്ടി ഞാനും അമ്മയും ചുട്ടും എല്ലാവരും ചായയൊക്കെ കുടിക്കായിരുന്നു. ചുട്ടു എണീക്കുമ്പോൾ തന്നെ ഞാൻ എണീച്ചു. കുറച്ച് സമയം ഒന്ന് കണ്ണുപൂട്ടിയെന്നേ ഉള്ളൂ. കാരണം ഇപ്പം കൂടുതലും ഫോണിൽ തന്നെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ്സാണ് തല. അപ്പോൾ അതിനെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് സമയം ഒന്ന് കിടന്നു. ഒരാളിതാ ഫുഡും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നൊക്കെ മഴ കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് ഷുട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു മുറ്റത്തിറങ്ങി കളിക്കുക എന്നുള്ള ഇതിൽ. അപ്പം ഞാനും അവളും അമ്മ അടിച്ചു വരുന്ന ഗ്യാപ്പിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ മുറ്റത്തിറങ്ങി ഇങ്ങനെ കളിക്കായിരുന്നു. അപ്പോഴേക്ക് എന്നെ ഏട്ടനെല്ലാം വിളിച്ചു. നമ്മളോരോ ഫോണിലൊക്കെ ആയിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കുരുത്തക്കേട് ആൾ കാണിക്കുന്നുണ്ട്.
ഷുട്ടോ ഓടി കളിക്കാ പറ മിറ്റത്തിന്. വണ്ടി പോയി പറ ചുട്ടു. അങ്ങനെ നമ്മളെ ചായയോടെയും പരിപാടിയും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ചുട്ടൂന് എണ്ണ തേപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിപ്പിക്കണം. വേറെ ഇനിയിപ്പോൾ വൈകുന്നേരം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ആക്ച്വലി ഞാൻ നേരത്തെ എല്ലാം ഫുള്ളായിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ ഇന്ന് പ്രതീക്ഷിച്ചതിന് കുറച്ച് ബിസി ആയിപ്പോയി. കുറേ ഫോണിൽ ഫോട്ടോസ് എടുക്കലും പിന്നെ കുറേ ഓർഡേഴ്സിന് റിപ്ലൈ അയക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ആയിപ്പോയി സംഭവം. അതുകൊണ്ട് ഇന്ന് കുറച്ച് തലവേദനയെല്ലാം ഉണ്ട് കുറേ ഫോണിൽ തന്നെ നോക്കിയിട്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ കുളിക്കുകയെല്ലാം ചെയ്യട്ടെ. കുളിച്ചൊന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ഒരു സുഖം കിട്ടും. ചുട്ടാ നന്ദി കളിക്കാൻ വിട്ടോ വിളിക്കുന്ന വാ. ഇന്ന് പിന്നെ രാത്രി ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു മൂടോ കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സംഭവം ഉച്ചക്കത്തെ സെയിം തന്നെ. അച്ചാറാണെങ്കിൽ എടുത്തിട്ട് വീഴുന്നില്ല. അങ്ങനെ ചോറ് തന്നെ കഴിക്കാമെന്ന് ചോദിച്ചു. വളരെ കുറച്ച് ചോറെടുത്ത് കഴിച്ചു. പിന്നെ ഇതാ ചുട്ടും അമ്മമ്മയും എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നായിരുന്നു. ആള് എന്താ പറയുക, കുറച്ച് അടങ്ങിയിരിക്കൊന്നുമില്ല. എന്നാലും ഇങ്ങനെ അമ്മേൻ്റെ കൂടെ ഇപ്പം പ്രധാനപ്പെട്ട പരിപാടിയൊക്കെ പാത്രം എടുത്ത് വെള്ളം എടുത്ത് കളിക്കലാണ് മെയിൻ ഹോബി. നമ്മൾ കുക്ക് ചെയ്യുന്ന പോലെ ഫുള്ള് കുക്കിങ്ങൊക്കെ കാണിച്ചു തരും, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, ആൾ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും വേഗം തന്നെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ്.